1963 TPG നമ്പ്യാർ പാലക്കാട്ട് ബ്രിട്ടീഷ് ഫിസിക്കൽ ലബോറട്ടറീസ് എന്ന BPL സ്ഥാപിച്ചു. രാജ്യത്ത് നൂതന സാങ്കേതിക വിദ്യ ദുർലഭമായിരുന്ന സമയത്ത് ഇന്ത്യക്കായി ഉയർന്ന നിലവാരമുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ നിർമ്മിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വിഷൻ. തുടക്കത്തിൽ പ്രതിരോധ സേനയ്ക്കും ഇലക്ട്രോ കാർഡിയോഗ്രാഫുകൾ, പേഷ്യന്റ് മോണിറ്ററുകൾ തുടങ്ങിയ മറ്റ് മെഡിക്കൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്കുമായി ഹെർമെറ്റിക്കലി സീൽ ചെയ്ത, അതായത് എയർ ടൈറ്റ് ആയ പ്രിസിഷൻ പാനൽ മീറ്ററുകൾ നിർമ്മിക്കുന്നതിലായിരുന്നു BPL ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. UK-യിലും അമേരിക്കയിലും മറ്റും ചെലവഴിച്ച സമയത്ത് വിലപ്പെട്ട അനുഭവം നേടിയ നമ്പ്യാർ ലോകോത്തര സാങ്കേതിക വിദ്യ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ ദൃഢനിശ്ചയം ചെയ്തു. ഗുണനിലവാരത്തിലും നവീകരണത്തിലുമുള്ള ഈ ആദ്യകാല ശ്രദ്ധ ഇന്ത്യയിലെ ഉപഭോക്തൃ ഇലക്ട്രോണിക്സിൽ ഒരു വീട്ടുപേരായി മാറുന്നതിന് അടിത്തറ പാകി. ഈ ആദ്യ വർഷങ്ങളിൽ വിശ്വസനീയവും താങ്ങാനാവുന്ന വിലയുള്ളതുമായ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്കായുള്ള ലോക്കൽ നീഡ് പരിഹരിക്കുക എന്നതായിരുന്നു BPLന്റെ പ്രാഥമിക ലക്ഷ്യം. മുമ്പ് ഉയർന്ന വിലയ്ക്ക് ഇറക്കുമതി ചെയ്ത ഉപകരണങ്ങൾ ഇവിടെ തന്നെ നിർമ്മിക്കുന്നതിലൂടെ ഇന്ത്യയുടെ സാങ്കേതിക മേഖലയിൽ ഒരു പ്രധാന വിടവ് നികത്താൻ കമ്പനി സഹായിച്ചു. പാലക്കാട്ടെ നിർമ്മാണ കേന്ദ്രം ഇലക്ട്രോണിക്സ് വ്യവസായത്തിന്റെ വിവിധ വിഭാഗങ്ങളിലേക്ക് BPL വ്യാപിക്കുന്ന ഒരു യാത്രയുടെ തുടക്കമായി. 1980കളുടെ തുടക്കത്തിലാണ് BPLന്റെ വഴിത്തിരിവുണ്ടായത്. 1982 ഏഷ്യൻ ഗെയിംസിന് ശേഷം ഇന്ത്യയിൽ കളർ ടെലിവിഷൻ സംപ്രേഷണങ്ങൾ അവതരിപ്പിച്ചപ്പോൾ BPL അതിന്റെ ഉൽപ്പന്ന ശ്രേണി വികസിപ്പിക്കാനുള്ള അവസരം ഉപയോഗപ്പെടുത്തി. മെഡിക്കൽ പ്രതിരോധ ആപ്ലിക്കേഷനുകൾക്ക് അപ്പുറത്തേക്ക് നീങ്ങി കമ്പനി കളർ ടെലിവിഷനുകൾ, വീഡിയോ കാസറ്റ് റെക്കോർഡറുകൾ, റെഫ്രിജറേറ്ററുകൾ, വാഷിംഗ് മെഷീനുകൾ, മറ്റു വീട്ടുപകരണങ്ങൾ എന്നിവ നിർമ്മിക്കാൻ തുടങ്ങി. ജപ്പാനിലെ സാനോ ഇലക്ട്രിക് കമ്പനിയുമായുള്ള ശ്രദ്ധേയമായ സഹകരണം ഉൾപ്പെടെ പ്രമുഖ അന്താരാഷ്ട്ര കമ്പനികളുമായുള്ള തന്ത്രപരമായ ടെക്നോളജി ട്രാൻസ്ഫർ എഗ്രിമെന്റ് ഈ വൈവിധ്യവൽക്കരണത്തെ പിന്തുണച്ചു. സാനോയുമായുള്ള പങ്കാളിത്തം BPLനെ അതിന്റെ ഉൽപാദന സാങ്കേതിക വിദ്യകളും ഉൽപ്പന്ന ഗുണനിലവാരവും മെച്ചപ്പെടുത്താൻ പ്രാപ്തമാക്കി. നൂതന സാങ്കേതിക വിദ്യയിലേക്കും ഉൽപാദന പ്രക്രിയയിലേക്കുമുള്ള പ്രവേശനം വഴി BPL പ്രത്യേക ഉപകരണങ്ങളുടെ നിർമ്മാതാവിൽ നിന്ന് ഒരു പ്രധാന ഉപഭോക്തൃ ഇലക്ട്രോണിക്സ് കമ്പനിയായി വേഗത്തിൽ പരിണമിച്ചു. അതിന്റെ ഉൽപ്പന്നങ്ങൾ അവയുടെ ഈട്, താങ്ങാനാവുന്ന വില, അത്യാധുനിക രൂപകൽപ്പന എന്നിവയ്ക്ക് പേരുകേട്ടതായിരുന്നു. തൽഫലമായി ഇന്ത്യൻ വീടുകളിൽ BPL ഗുണനിലവാരമുള്ള ഇലക്ട്രോണിക്സുമായി പര്യായമായി മാറി. മേക്ക് ഇൻ ഇന്ത്യ എന്ന പദം ജനപ്രിയമാകുന്നതിന് വളരെ മുമ്പ് തന്നെ ഒരു ബെഞ്ച് മാർക്ക് സ്ഥാപിച്ചു. 1980കളിലും 90കളിലും BPL ദ്രുതഗതിയിലുള്ള വളർച്ചയുടെയും വിജയത്തിന്റെയും ഒരു കാലഘട്ടം അനുഭവിച്ചു. കമ്പനി അതിന്റെ ഉൽപ്പന്ന ഓഫറുകൾ വൈവിധ്യവൽക്കരിക്കുകയും വിശാലമായ ഉപഭോക്തൃ അടിത്തറയെ പരിപാലിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഈ ഘട്ടത്തിൽ ഉയർന്ന നിലവാരമുള്ള ടെലിവിഷനുകൾക്കും മറ്റ് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്കും BPL അംഗീകരിക്കപ്പെട്ടു. 1990കളുടെ അവസാനത്തിൽ അതിന്റെ ഏറ്റവും ഉയർന്ന സമയത്ത് കമ്പനിയുടെ ഗ്രൂപ്പ് വരുമാനം ഏകദേശം 4300 കോടിയിലെത്തി. ഈ ശ്രദ്ധേയമായ കണക്ക് BPLന്റെ ശക്തമായ വിപണി സാന്നിധ്യവും ആഭ്യന്തര അന്തർദേശീയ ബ്രാൻഡുകളുമായി മത്സരിക്കാനുള്ള കഴിവും പ്രകടമാക്കി. വോളിയത്തിന്റെ കാര്യത്തിൽ 1 ദശലക്ഷം വിൽപ്പന മാർക്ക് മറികടക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ടെലിവിഷൻ കമ്പനിയായി BPL മാറി. കളർ ടെലിവിഷൻ വിഭാഗത്തിൽ ഏകദേശം 19% കോമ്പോസിറ്റ് റീറ്റെയിൽ വിപണി വിഹിതത്തോടെ BPL രാജ്യത്തെ മുൻനിര ഉപഭോക്തൃ ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളിൽ ഒന്നായി പ്രശസ്തി നേടി. ആഭ്യന്തര വിപണിയിൽ ആധിപത്യം സ്ഥാപിക്കുക മാത്രമല്ല, ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ റെസ്പെക്റ്റഡ് എക്സ്പോർട്ടറായും കമ്പനി സ്വയം സ്ഥാപിക്കുകയും ചെയ്തു. ഇന്ത്യൻ ഇലക്ട്രോണിക്സ് വ്യവസായത്തിലെ ഒരു പയനിയർ എന്ന ബ്രാൻഡിന്റെ പ്രതിച്ഛായ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് അതിന്റെ ഉൽപ്പന്നങ്ങൾ വിദേശ മത്സര വിപണികളിലെത്തി. 1994 പൊതുവിപണിയിൽ പ്രവേശിക്കുന്നതിലൂടെ BPL കൂടുതൽ വളർച്ചയിലേക്ക് ഒരു സുപ്രധാന ചുവടുവയ്പ് നടത്തി. ഒരു ഓഹരിക്ക് 105 രൂപ പ്രീമിയത്തിൽ 10 രൂപ വീതമുള്ള 82 ലക്ഷം ഇക്വിറ്റി ഷെയറുകളുടെ അലോട്ട്മെന്റ് പോലുള്ള വിശദാംശങ്ങളോടെ കമ്പനി പൊതുജനങ്ങൾക്ക് ധാരാളം ഇക്വിറ്റി ഷെയറുകൾ വാഗ്ദാനം ചെയ്തു. സ്ഥാപന നിക്ഷേപകർക്കും ജീവനക്കാർക്കും അധിക ഓഹരികൾ നൽകി. ഈ പൊതു ഇഷ്യൂ BPLന് അതിന്റെ നിർമ്മാണ ശേഷിയും ഉൽപ്പന്ന ശ്രേണികളും വികസിപ്പിക്കുന്നതിൽ നിക്ഷേപിക്കുന്നതിന് അധിക മൂലധനം നേടാൻ സഹായിച്ചു. ടെലിവിഷൻ ബിസിനസിനൊപ്പം BPL മറ്റ് മേഖലകളിലേക്ക് വൈവിധ്യവൽക്കരിച്ചു. 1995 ആൽക്കലൈൻ ബാറ്ററികളുടെ നിർമ്മാണത്തിനായി കമ്പനി ഒരു കയറ്റുമതി അധിഷ്ഠിത പദ്ധതി ആരംഭിച്ചു. അത്യാധുനിക ഉൽപാദന സൗകര്യങ്ങളിൽ നിക്ഷേപിച്ചുകൊണ്ട് ഇന്ത്യയിലും വിദേശത്തും പുതിയ വിപണി അവസരങ്ങൾ പിടിച്ചെടുക്കാൻ BPL സ്വയം നിലയുറപ്പിച്ചു. ഈ കാലയളവിൽ കമ്പനി അനുബന്ധ സ്ഥാപനങ്ങൾ സ്വന്തമാക്കുകയും വിവിധ ബിസിനസ് യൂണിറ്റുകൾ ഏകീകരിക്കുകയും ചെയ്തു. ഇത് അതിന്റെ പ്രവർത്തന നിയന്ത്രണവും വിപണി വ്യാപ്തിയും കൂടുതൽ ശക്തിപ്പെടുത്തി. ആദ്യകാല വിജയങ്ങൾ ഉണ്ടായിരുന്നിട്ടും 1990കളുടെ അവസാനത്തിലും 2000ന്റെ തുടക്കത്തിലും BPL ഗണ്യമായ വെല്ലുവിളികളെ നേരിടാൻ തുടങ്ങി. 1991 ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഉദാരവൽക്കരണം ആഗോള ഭീമന്മാരിൽ നിന്ന്, പ്രത്യേകിച്ച് LG, സാംസങ് പോലുള്ള ദക്ഷിണ കൊറിയൻ കമ്പനികളിൽ നിന്ന് കടുത്ത മത്സരത്തിന് വിപണിയെ തുറന്നുകൊടുത്തു.
ഈ കമ്പനികൾ നൂതന ഉൽപാദന സാങ്കേതിക വിദ്യകൾ, ചെലവ് ചുരുക്കൽ നടപടികൾ, BPLന്റെ വിപണി വിഹിതം വേഗത്തിൽ ഇല്ലാതാക്കുന്ന ഒരു അഗ്രസീവ് മാർക്കറ്റിംഗ് തന്ത്രം എന്നിവ കൊണ്ടുവന്നു. അതേസമയം കമ്പനിക്കുള്ളിലെ ആന്തരിക പ്രശ്നങ്ങൾ ഒരു ആഘാതം സൃഷ്ടിക്കാൻ തുടങ്ങി. കുടുംബ തർക്കങ്ങളും തന്ത്രപരമായ കാഴ്ചപ്പാടിലെ വ്യത്യാസങ്ങളും മാനേജ്മെന്റ് സംഘർഷങ്ങൾക്ക് കാരണമായി. സ്ഥാപകനായ TPG നമ്പ്യാരിൽ നിന്ന് മകൻ അജിത് നമ്പ്യാരിലേക്കുള്ള നേതൃത്വത്തിന്റെ പരിവർത്തനം മുൻഗണനകളെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാൽ അടയാളപ്പെടുത്തി. ഒരിക്കൽ ഉൽപ്പന്ന ഗുണനിലവാരത്തിലും സാങ്കേതിക നവീകരണത്തിലും BPL ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നെങ്കിലും ബന്ധമില്ലാത്ത ബിസിനസ് മേഖലകളിലേക്കുള്ള കമ്പനിയുടെ വ്യാപനം അതിന്റെ പ്രധാന കഴിവുകളെ ദുർബലപ്പെടുത്തി. അടിസ്ഥാനപരമായി ആശയത്തിൽ മികച്ചതാണെങ്കിലും പുതിയ സംരംഭങ്ങളിലെ നിക്ഷേപങ്ങൾ മത്സര സമ്മർദ്ദത്തെ നേരിടാൻ ആവശ്യമായ വേഗത്തിലുള്ള വരുമാനം നൽകിയില്ല. തൽഫലമായി BPLന്റെ സാമ്പത്തിക പ്രകടനം തകർന്നു. 2004 ആയപ്പോഴേക്കും കമ്പനി ഗുരുതരമായ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടാൻ തുടങ്ങി. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള ബിസിനസ് അന്തരീക്ഷം വെല്ലുവിളികളെ കൂടുതൽ സങ്കീർണമാക്കി. മത്സരാധിഷ്ഠിത വിലകളിൽ സമാനതകളില്ലാത്ത ഉൽപാദന ശേഷികൾ വാഗ്ദാനം ചെയ്ത് ചൈന ലോകത്തിന്റെ ഫാക്ടറിയായി ഉയർന്നു. ആഗോള സാമ്പത്തിക ശാസ്ത്രത്തിലെ ഈ മാറ്റം BPL പോലുള്ള ഇന്ത്യൻ കമ്പനികളിൽ അധിക സമ്മർദ്ദം ചെലുത്തി. അവ എതിരാളികളുടെ കാര്യക്ഷമതയും സ്കെയിലും നിലനിർത്താൻ പാടുപെട്ടു. ആന്തരിക കെടുകാര്യസ്ഥത, കുടുംബ കലഹങ്ങൾ, ബാഹ്യ മത്സര സമ്മർദ്ദങ്ങൾ എന്നിവയുടെ സംയോജനം BPLന്റെ വിപണി ആധിപത്യത്തിൽ സ്ഥിരമായ ഇടിവിന് കാരണമായി. തകർച്ച തടയുന്നതിനുള്ള ശ്രമത്തിൽ 2000ന്റെ മധ്യത്തിൽ BPL ഒരു പ്രധാന റീസ്ട്രക്ചറിംഗ് പ്രോസസ് ആരംഭിച്ചു. കളർ ടെലിവിഷൻ ബിസിനസ് കൈകാര്യം ചെയ്യുന്നതിനായി സാന്യോ ഇലക്ട്രിക് കമ്പനിയുമായി ഒരു സംയുക്ത സംരംഭം രൂപീകരിച്ചതായിരുന്നു പ്രധാന നീക്കങ്ങളിലൊന്ന്. 2005-ൽ BPL അതിന്റെ കളർ TV ബിസിനസ് ഏകദേശം $80 മില്യൺ വിലമതിക്കുന്ന ഒരു പുതിയ സ്ഥാപനമായ സാനിയോ BPL പ്രൈവറ്റ് ലിമിറ്റഡിലേക്ക് മാറ്റി. വിഭവങ്ങൾ ഏകീകരിക്കുന്നതിനും കമ്പനിയുടെ പ്രധാന കഴിവുകളിൽ വീണ്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനുമായിരുന്നു ഈ തന്ത്രപരമായ തീരുമാനം. പുനരുദ്ധാരണത്തിൽ നിരവധി അനുബന്ധ സ്ഥാപനങ്ങളുടെ വിൽപ്പനയും പുനഃസംഘടനയും ഉൾപ്പെട്ടിരുന്നു. പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിലൂടെയും പ്രധാനമല്ലാത്ത ആസ്തികൾ ഒഴിവാക്കുന്നതിലൂടെയും BPL അതിന്റെ സാമ്പത്തിക ആരോഗ്യം മെച്ചപ്പെടുത്താനും ഇപ്പോഴും മത്സര നേട്ടങ്ങൾ നിലനിർത്തുന്ന മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പ്രതീക്ഷിച്ചു. ഈ ശ്രമങ്ങൾ കമ്പനിയെ ഭാഗികമായി സ്ഥിരപ്പെടുത്താൻ സഹായിച്ചെങ്കിലും മുൻകാല തന്ത്രപരമായ തെറ്റിദ്ധാരണകളുടെ ദീർഘകാല ഫലങ്ങൾ BPLന്റെ പ്രകടനത്തെ ബാധിച്ചു. ഈ കാലയളവിൽ BPLന്റെ ശ്രദ്ധ ക്രമേണ ഉപഭോക്തൃ ഇലക്ട്രോണിക്സിൽ നിന്ന് ആരോഗ്യ സംരക്ഷണം, ഊർജം തുടങ്ങിയ മറ്റ് വാഗ്ദാന മേഖലകളിലേക്ക് മാറി. ഇന്ത്യയിൽ നൂതന മെഡിക്കൽ ഉപകരണങ്ങൾക്കായുള്ള വർദ്ധിച്ചു വരുന്ന ആവശ്യം തിരിച്ചറിഞ്ഞ BPL ആരോഗ്യ സംരക്ഷണ ഉൽപ്പന്നങ്ങളുടെ ശ്രേണി വികസിപ്പിക്കാനും തുടങ്ങി. പ്രാദേശിക ഉൽപാദനത്തിലും സാങ്കേതിക വിദ്യയിലും നിക്ഷേപിച്ചുകൊണ്ട് കമ്പനി മേക്ക് ഇൻ ഇന്ത്യ തത്വചിന്തയോടുള്ള പ്രതിബദ്ധത നിലനിർത്തി. കമ്പനിയുടെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപരമായ നീക്കങ്ങളിൽ ഒന്ന് ഒരു പ്രത്യേക ആരോഗ്യ സംരക്ഷണ വിഭാഗം സൃഷ്ടിക്കുക എന്നതായിരുന്നു. 2013-ൽ BPL അതിന്റെ മെഡിക്കൽ ടെക്നോളജീസ് ബിസിനസ് BPL മെഡിക്കൽ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പ്രത്യേക സ്ഥാപനമാക്കി മാറ്റി. ആരോഗ്യ സംരക്ഷണ വിഭാഗത്തിന് കൂടുതൽ ശ്രദ്ധയും സ്വയംഭരണവും നൽകുന്നതിനും മെഡിക്കൽ ഉപകരണ വിപണിയിലെ ഉയർന്നു വരുന്ന അവസരങ്ങൾ മുതലെടുക്കുന്നതിനും വേണ്ടിയാണ് ഈ നീക്കം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സ്പിൻ ഓഫിന് തൊട്ടു പിന്നാലെ ഗോൾഡ്മാൻ സാക്സ് BPL മെഡിക്കൽ ടെക്നോളജീസിൽ 49% ഓഹരികൾ സ്വന്തമാക്കി. ഇത് ഡിവിഷന് ആവശ്യമായ മൂലധനവും തന്ത്രപരമായ മാർഗനിർദ്ദേശവും നൽകി. പുതിയ സ്ഥാപനം ECG മെഷീനുകൾ, രോഗി മോണിറ്ററുകൾ, ഡിഫിബ്രിലേറ്ററുകൾ, മറ്റ് നിർണായക പരിചരണ ഉപകരണങ്ങൾ എന്നിവ പോലുള്ള നൂതന ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ആരോഗ്യ സംരക്ഷണത്തിലേക്കുള്ള ഈ വൈവിധ്യവൽക്കരണം പരമ്പരാഗത ഉപഭോക്തൃ ഇലക്ട്രോണിക്സ് വിഭാഗത്തിലെ ചില നഷ്ടങ്ങൾ ലഘൂകരിക്കാൻ സഹായിച്ചത് മാത്രമല്ല, ഇന്ത്യയിൽ അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിപണിയെ സേവിക്കുന്നതിന് BPLനെ സ്ഥാപിക്കുകയും ചെയ്തു. BPL മെഡിക്കൽ ടെക്നോളജീസ് കമ്പനിയുടെ നവീകരണത്തിന്റെയും ഗുണനിലവാരത്തിന്റെയും ദീർഘകാല ചരിത്രത്തിൽ അധിഷ്ഠിതമാണ്. ഇലക്ട്രോണിക്സ് നിർമ്മാണത്തിലെ വൈദഗ്ധ്യം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഹെൽത്ത് കെയർ ഡിവിഷന് കഴിഞ്ഞു. ഗവേഷണത്തിനും വികസനത്തിനുമുള്ള കമ്പനിയുടെ പ്രതിബദ്ധത വർദ്ധിച്ചു വരുന്ന തിരക്കേറിയ വിപണിയിൽ അത് മത്സരക്ഷമത നിലനിർത്തുന്നുവെന്ന് ഉറപ്പാക്കി. 2010കളുടെ മധ്യത്തിൽ BPL അതിന്റെ ഉപഭോക്തൃ ഇലക്ട്രോണിക്സ് ബിസിനസ് പുനരുജ്ജീവിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ തുടങ്ങി. ഇ-കൊമേഴ്സിന്റെ വർദ്ധിച്ചു വരുന്ന പ്രാധാന്യം തിരിച്ചറിഞ്ഞ കമ്പനി 2015-ൽ ഫ്ലിപ്കാർട്ട് പോലുള്ള ഓൺലൈൻ റീറ്റെയിൽ ഭീമന്മാരുമായി പങ്കാളിത്തത്തിൽ ഏർപ്പെട്ടു. ഈ സഹകരണം BPLന് വിശാലമായ പ്രേക്ഷകരിലേക്ക് എത്താനും അതിന്റെ വിതരണ ചാനലുകൾ നവീകരിക്കാനും അനുവദിച്ചു. 2016 ആയപ്പോഴേക്കും
ഗുണനിലവാരമുള്ളതും എന്നാൽ താങ്ങാനാവുന്നതുമായ ഉൽപ്പന്നങ്ങൾക്കായി തിരയുന്ന പ്രൈസ് സെൻസിറ്റീവ് ഇന്ത്യൻ കൺസ്യൂമേഴ്സിനെ ലക്ഷ്യമിട്ട് കോമ്പറ്റീറ്റീവ് പ്രൈസിൽ LED ടെലിവിഷനുകളുടെ ഒരു പുതിയ ശ്രേണി BPL പുറത്തിറക്കി. ഈ പുതിയ ഉൽപ്പന്ന ലോഞ്ചുകൾ BPLന് ഒരു തന്ത്രപരമായ വഴിത്തിരിവായി. പരമ്പരാഗത റീറ്റെയിൽ ക്രമീകരണങ്ങളിലെ ആഗോള ഭീമന്മാരുമായി നേരിട്ട് മത്സരിക്കാൻ ശ്രമിക്കുന്നതിന് പകരം BPL അതിന്റെ ബ്രാൻഡ് വീണ്ടും അവതരിപ്പിക്കാൻ ഡിജിറ്റൽ മാർക്കറ്റ് പ്ലേസ് സ്വീകരിച്ചു. ഒരു കാലത്ത് ബ്രാൻഡ് അറിയപ്പെട്ടിരുന്ന വിശ്വാസ്യതയുമായി ആധുനിക രൂപകൽപ്പന സംയോജിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതിലായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ടെലിവിഷനുകൾക്ക് പുറമെ റെഫ്രിജറേറ്ററുകൾ, വാഷിംഗ് മെഷീനുകൾ, എയർ കണ്ടീഷണറുകൾ തുടങ്ങിയ മറ്റ് ഉപഭോക്തൃ ഡ്യൂറബിൾസിലും കമ്പനി അതിന്റെ ശ്രമങ്ങൾ പുതുക്കി. ഏറ്റവും പുതിയ നിർമ്മാണ സാങ്കേതിക വിദ്യകളിലും ഗുണനിലവാര നിയന്ത്രണ സംവിധാനങ്ങളിലും നിക്ഷേപിച്ചുകൊണ്ട് BPL നവീകരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇലക്ട്രോണിക്സിലെ കമ്പനിയുടെ ദീർഘകാല പാരമ്പര്യം ഉപഭോക്തൃ വിശ്വാസം പുനർനിർമ്മിക്കുന്നതിനും വിപണിയിൽ സാന്നിധ്യം പുനഃസ്ഥാപിക്കുന്നതിനും പ്രയോജനപ്പെടുത്തി. വെല്ലുവിളികൾ അവശേഷിച്ചെങ്കിലും ഈ പുതുക്കിയ ശ്രമങ്ങൾ ജാഗ്രതയോടുള്ള പുനരുജ്ജീവനത്തെയും അതിന്റെ പഴയ പ്രതാപത്തിന്റെ ഒരു ഭാഗം തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തെയും സൂചിപ്പിക്കുന്നു. BPL ഗ്രൂപ്പിന്റെ കഥ അതിന്റെ സ്ഥാപകനായ TPG നമ്പ്യാരുടെ പൈതൃകത്തിൽ നിന്ന് വേർതിരിക്കാനാവാത്തതാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ BPL ഇന്ത്യയിലെ ഒരു മുൻനിര ഇലക്ട്രോണിക്സ് ബ്രാൻഡായി മാറുക മാത്രമല്ല, രാജ്യത്തിന്റെ സാങ്കേതിക സ്വാശ്രയത്വത്തിന് വേദിയൊരുക്കുകയും ചെയ്തു. സമീപ വർഷങ്ങളിൽ TPG നമ്പ്യാരുടെ സംഭാവനകൾ വ്യാപകമായി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. മേക്ക് ഇൻ ഇന്ത്യയുടെ ആദ്യകാല വക്താവായി അദ്ദേഹം ആഘോഷിക്കപ്പെട്ടു. കൂടാതെ ഇലക്ട്രോണിക്സ് മാൻ ഓഫ് ദി ഇയർ, നാഷണൽ സിറ്റിസൺസ് അവാർഡ്, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഇൻഡസ്ട്രിയുടെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് തുടങ്ങിയ അവാർഡുകൾ നൽകി ആദരിക്കപ്പെട്ടു. 2024 94-ാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. BPLന്റെ ഒരു യുഗത്തിന്റെ അവസാനത്തെ അടയാളപ്പെടുത്തി. എന്നാൽ അദ്ദേഹത്തിന്റെ ദർശനം കമ്പനിയുടെ പുതിയ തലമുറയിലെ നേതാക്കൾക്ക് പ്രചോദനം നൽകുന്നു. അതിൽ അദ്ദേഹത്തിന്റെ മകൻ അജിത് നമ്പ്യാർ ഉൾപ്പെടുന്നു. നിലവിൽ അദ്ദേഹം ചെയർമാനും CEOയുമാണ്. ഇന്ന് BPL ഗ്രൂപ്പ് വൈവിധ്യമാർന്ന ഒരു പോർട്ട്ഫോളിയോമായി പ്രവർത്തിക്കുന്നു. പങ്കാളിത്തങ്ങളിലൂടെയും ആധുനിക ഉൽപ്പന്ന ലോഞ്ചുകളിലൂടെയും കൺസ്യൂമർ ഇലക്ട്രോണിക്സ് വിഭാഗം പുനരുജ്ജീവിപ്പിക്കപ്പെടുമ്പോൾ കമ്പനിയുടെ ആരോഗ്യ സംരക്ഷണ വിഭാഗം അതിന്റെ വരുമാനത്തിൽ ശക്തമായ സംഭാവന നൽകുന്നു. കൂടാതെ പാലക്കാട്, ബാംഗ്ലൂർ, നോയിഡ, ദൊഡ്ഡബെല്ലാപൂർ എന്നിവിടങ്ങളിൽ BPL നിർമ്മാണ പ്ലാന്റുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇത് പ്രാദേശിക ഉൽപ്പന്നത്തോടും മേക്ക് ഇൻ ഇന്ത്യയോടുമുള്ള പ്രതിബദ്ധതയ്ക്ക് അടിവരയിടുന്നു. ഹാപ്പിയർ ലിവിംഗ് എവറി ഡേ എന്ന പുതിയ വാഗ്ദാനത്തെ ചുറ്റിപ്പറ്റിയാണ് ബ്രാൻഡ് ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത്. നൂതനവും താങ്ങാനാവുന്ന വിലയുള്ളതുമായ സാങ്കേതിക വിദ്യയിലൂടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തെ ഇത് പ്രതിഫലിപ്പിക്കുന്നു. ഭാവിയിലേക്ക് നോക്കുമ്പോൾ ഗവേഷണ വികസനത്തിൽ നിക്ഷേപം നടത്തി ഉൽപാദന സൗകര്യങ്ങൾ നവീകരിച്ചു പരമ്പരാഗത ഡിജിറ്റൽ ചാനലുകളിലൂടെ അതിന്റെ വ്യാപ്തി വികസിപ്പിച്ചുകൊണ്ട് വിപണിയിലെ സ്ഥാനം കൂടുതൽ ഉറപ്പിക്കുന്നതിൽ BPL ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. 2000ന്റെ മധ്യത്തിൽ കമ്പനിയുടെ തന്ത്രപരമായ പുനഃക്രമീകരണവും തുടർന്നുള്ള വൈവിധ്യവൽക്കരണവും അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള പരിസ്ഥിതിയുമായി പൊരുത്തപ്പെടാൻ അതിനെ അനുവദിച്ചു. ഗുണനിലവാരം, നവീകരണം, ഉപഭോക്തൃ സംതൃപ്തി എന്നീ പ്രധാന മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതിലൂടെ സുസ്ഥിര വളർച്ചയിലേക്കും ദീർഘകാല വിജയത്തിലേക്കും ഒരു പാത രൂപപ്പെടുത്താൻ BPL ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നു. ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.